തിരുവനന്തപുരം കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന യുവാക്കളിൽ ഒരാൾക്ക് ചെറിയ പരുക്കേറ്റു. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സലീം, ഈ അപകടം എപ്പോൾ എങ്ങനെയാണ് ഉണ്ടായത്? അപകടം പറ്റിയവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഏതുവിധമുണ്ട്? ശ്രീലക്ഷ്മി, അല്പസമയം മുൻപ് മാത്രമാണ് ഈ അപകടമുണ്ടായത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് 2:45 കൂടിയായിരുന്നു അപകടമുണ്ടായത്. കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയിലാണ്. വലിയ സ്പീഡിൽ, വലിയ വേഗതയിലാണ് ആ ഭാഗത്ത് വാഹനങ്ങൾ വരാറുള്ളത്. ആ ഭാഗത്ത് നിന്നാണ് വലിയ വേഗതയിൽ വാഹനം വരുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. 3 യുവാക്കളാണ് ഈ കാറിലുണ്ടായിരുന്നത്. അതിൽ ഒരാൾക്ക് ഒരു ചെറിയ പരിക്ക് പറ്റിയത് ഒഴിച്ചാൽ ബാക്കിയുള്ളവർക്ക് കാര്യമായ പരിക്കുണ്ടായില്ല. പക്ഷേ ആ കാറിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അത് കാറ് തലകീഴായി മറിയുന്ന സാഹചര്യമുണ്ട്. കാറിന്റെ സാഹചര്യം കണ്ടാൽ ഒരുപക്ഷെ ഒരു വലിയ അപകടം എന്ന് തോന്നിയേക്കാം. പക്ഷേ ആ കാറിൽ ഉണ്ടായിരുന്നവർക്ക് ഭാഗ്യവശാൽ കാര്യമായ പരിക്കുകളില്ല. ഒരാൾക്ക് മാത്രമാണ് ചെറിയ പരിക്കുകൾ എങ്കിലും ഉണ്ടായത്. നല്ല വേഗതയിലായിരുന്നു കാർ എന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഈ വേഗതയിൽ എത്തുന്നതിനിടെ പാലത്തിന്റെ കൈവരിയിൽ തട്ടിയാണ് നിയന്ത്രണം തെറ്റി. അതിനുശേഷം 1/2 കിലോമീറ്ററോളം ഓടി കരണം മറിഞ്ഞാണ് ഈ കാർ നിൽക്കുകയും ചെയ്തത്. ആ സമയത്ത് മറ്റു വാഹനങ്ങൾ റോഡിൽ ഉണ്ടാകാതിരുന്നതോട് വലിയ അപകടത്തിന്റെ ഒരു സാധ്യതയാണ് ഇല്ലാതായത്. ശ്രീലക്ഷ്മി. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.